ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് 444 വിവാഹങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളുടെ റെക്കോർഡാണ് പുതിയ ചരിത്രത്തിന് വഴിമാറിയത്. പുലർച്ചെ 4:10 തുടങ്ങിയ വിവാഹ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12:45 സമാപിച്ചത്. 6 മണ്ഡപങ്ങളിലായാണ് കല്യാണങ്ങൾ നടന്നത്. ഉഷപൂജയ്ക്കായി രാവിലെ 5:47 മുതൽ 6:12 വരെയും പന്തീരടി പൂജയ്ക്കും ക്ഷേത്രനട അടച്ച സമയത്തൊഴികെ ബാക്കി നേരമെല്ലാം വിവാഹങ്ങൾ തുടർച്ചയായി നടന്നു. താലികെട്ട് നിർവഹിക്കാൻ ക്ഷേത്രം കൊയ്മുമാരെ അധികമായി മണ്ഡപങ്ങളിലേക്ക് നിയോഗിച്ചിരുന്നു. കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദരാജിന് താലി ചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും പോലീസും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ദീർഘമായ കാഴ്ചപ്പാടുകൂടി പല കോൺഫറൻസുകളും നടത്തി. പോലീസ് വലിയ സഹായം ചെയ്തു. വഴിയിൽ എവിടെയും ബ്ലോക്കില്ല. ആത്മാർത്ഥമായി പോലീസിന്റെ സഹായം ഉണ്ടായി. ദേവസ്വത്തിന്റെ ജീവനക്കാർ എല്ലാവരും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര നഗരിയിലും ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്ട്, ടെമ്പിൾ CI ജയപ്രദീപ്, SI കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലേറെ സിവിൽ പോലീസുകാർ സുരക്ഷയൊരുക്കി. വിവാഹ രജിസ്ട്രേഷന് കിഴക്കേ നടയിൽ നഗരസഭ 2 അധിക കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV.